ഗസയിൽ പുനരുജ്ജീവനത്തിനായിട്ട് അല്ലെങ്കിൽ ഗസയുടെ പുനരധിവാസത്തിനായിട്ട് പുതിയ പദ്ധതിയുമായിട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ട്രംപ്. അപ്പോൾ അതിനോട് ഹമാസിൻ്റെ നിരായുധീകരണമാണ് അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്നാൽ അതിൽ ഹമാസിന് തീരെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അവിടത്തേക്ക് ഗവർണറായിട്ട് ടോണി ബ്ലെയർ വരും എന്നുള്ളതായിരുന്നു ട്രംപ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഹമാസ് പറയുന്നത് ടോണി ബ്ലെയറിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുകയില്ല. എന്തുകൊണ്ടാണ് ടോണി ബ്ലെയറിനോട് ഹമാസിന് ഇത്രമേൽ വൈരാഗ്യം? ഇറാഖിനെ നശിപ്പിച്ച മനുഷ്യൻ ഹമാസ് പറയുന്ന വാദങ്ങളാണ്. ഇസ്ലാമിക വിരോധി, തീവ്ര കത്തോലിക്ക വിശ്വാസി, പാലസ്തീൻ്റെ ഭരണം പലസ്തീനികൾക്ക് മാത്രമാണെന്നുള്ളതാണ് ഹമാസിൻ്റെ എക്കാലത്തെയും വാദം. പലസ്തീനികൾക്ക് മാത്രമേ അത് കൊടുക്കുള്ളൂ. ഇനിയിപ്പോൾ ഹമാസ് ഇല്ലാത്തൊരു കാലത്താണെങ്കിൽ ടോണി ബ്ലെയർ മുൻ ബ്രിട്ടൻ പ്രധാനമന്ത്രിയാണ്, ബ്രിട്ടീഷ് UK പൗരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലസ്തീൻ സ്വദേശിയല്ല. അതുകൊണ്ട് ഇത്രയും കാരണങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ ഭയക്കുന്നുണ്ട് വലിയൊരു പലസ്തീനിലൊരു ഹമാസ് എന്ന് പറയുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ തീവ്രവാദി സമൂഹം ഇദ്ദേഹത്തിന് ഭയക്കുന്നുണ്ട് വല്ലാതെ. ലോകത്തിലെ സങ്കീർണമായിട്ടുള്ള പല പ്ലാനുകളുണ്ടായിരിക്കും, പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഈ പല പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ചില ആൾക്കാരുണ്ട്. അത്തരത്തിൽ അതുപോലെ ഒരു ചരിത്ര ദൗത്യമാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെയും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ചോര ഒരുപാട് ചിന്തപ്പെട്ട ഒരു ചരിത്രമാണല്ലോ പാലസ്തീനിലുള്ളത്. നമ്മൾ അത് എന്താണ് ലോകത്തിലെ നിന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു ഇതാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ പാലസ്തീനിലെ പരിഹാരമില്ലാത്ത പ്രശ്നം. അപ്പോൾ അതിന് പരിഹാരമെന്നോണമാണ് ഒരു ബ്ലെയർ പ്ലാനിലേക്ക് ഇപ്പോൾ ട്രംപ് കൊണ്ടുവരുന്നത്. അതിലേക്ക് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഗസയിൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു 20 ദിന കരാർ അല്ലേ. അപ്പോൾ ആ കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടോണി ബ്ലെയറിൻ്റെ രംഗപ്രവേശവും ഉണ്ടാകുന്നത്. ഗസ യുദ്ധം തീർക്കുക ലക്ഷ്യമിട്ട് ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന സമാധാന പദ്ധതി എന്ന് പറയുന്നത് അമേരിക്കൻ സമയം ഞായറാഴ്ച, അതായത് ഇന്നാണ് അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് 6-ന് മുമ്പ് അംഗീകരിക്കണമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അതൊരു അന്ത്യശാസനം കൂടിയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. കാലങ്ങളായി പശ്ചിമേഷ്യയിലെ ക്രൂരവും അക്രമാസക്തവുമായിട്ടുള്ളൊരു ഭീഷണിയാണ് ഹമാസ് എന്നും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണം, മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അതും വിട്ടു നൽകണമെന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. അപ്പോൾ ഇതോടെയാണ് ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് സംബന്ധിച്ച് ഹമാസ് ഇന്നലെ രംഗത്തെത്തിയത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗസയിലെ ബോംബാക്രമണം ഇസ്രായേൽ നിർത്തണമെന്ന ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശാശ്വതമായൊരു സമാധാനത്തിന് അവർ തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നതായും ബന്ദികളെ സുരക്ഷിതമായും വേഗത്തിലും പുറത്തെത്തിക്കുന്നതിനായി ഇസ്രായേൽ ഗാസയിലെ ബോംബാക്രമണം ഉടൻ നിർത്തണമെന്നും ട്രംപ് പറഞ്ഞു. ഹമാസിൻ്റെ പ്രതികരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുള്ള ട്രംപിൻ്റെ പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപിൻ്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നതും ഇസ്രായേൽ മുന്നോട്ട് വച്ച തത്വങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രസിഡന്റുമായും അദ്ദേഹത്തിൻ്റെ ടീമുമായും ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നത് തുടരും, നെതന്യാഹു ഇങ്ങനെയാണ് അറിയിച്ചത്. അപ്പോൾ സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിന് സഹായിച്ച ഖത്തർ, തുർക്കി, സൗദി അറേബ്യ, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളോട് ട്രംപ് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇതോടെ വർഷങ്ങൾക്ക് ശേഷം പശ്ചിമേഷ്യയിൽ സമാധാനം വരികയാണെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു പ്രതീതി എല്ലായിടത്തും ഉണ്ടായി. അതാണ് ഇപ്പോൾ ഒരു വ്യക്തിയിൽ തട്ടി തെറിപ്പിച്ചിരിക്കുന്നത്. ആ സമാധാനം വരാൻ പോകുന്ന ഒരു തോന്നൽ, അതായത് ഗസയിലെ ഇടക്കാല സർക്കാരിൻ്റെ തലപ്പത്തെത്തും എന്ന് കരുതുന്ന ടോണി ബ്ലെയർ. അവിടെയാണ് ഹമാസ് പറയുന്നത് ടോണി ബ്ലെയറിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. ഇത് സമാധാന കരാറിനെ മൊത്തത്തിൽ തന്നെ അട്ടിമറിക്കുന്ന ഒരു നീക്കമായിരുന്നു. അതായത് ആരാണ് ടോണി ബ്ലെയർ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എന്താണ് പാലസ്തീനിൽ കാര്യം, അല്ലെങ്കിൽ ഗസയിൽ എന്താണ് കാര്യം? ഇതാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ പാലസ്തീനികൾക്ക് എന്നുള്ളതാണല്ലോ ഹമാസിൻ്റെ എക്കാലത്തെയും വാദം, അല്ലെങ്കിൽ പാലസ്തീനിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും വാദം. അപ്പോൾ ഗസ ഭരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഗസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിയുടെ തലപ്പത്ത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന് ഒരു കാരണവശാലും വാഴിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ് മേധാവി മൂസ അബു മർസുഖ് അൽ ജസീറയോട് പറഞ്ഞത് പലസ്തീനികളെ നിയന്ത്രിക്കാൻ പലസ്തീനികളല്ലാത്ത ആരെയും തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ്. ടോണി ബ്ലെയർ ഇറാഖ് നശിപ്പിച്ച വ്യക്തിയാണ് എന്നും മർസൂഖ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഗസയെ പൂർണ്ണമായും നിരായുധീകരിക്കാനും അദ്ദേഹം വിസമ്മതിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഹമാസ് തലവൻ ഇസ്രയേലി
ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടാൽ ട്രംപിൻ്റെ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന കൈമാറ്റ ഫോർമുല അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള എല്ലാ ഇസ്രായേലി തടവുകാരെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഈ പ്രസ്താവനയിൽ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഗസയുടെ ഭരണം ഒരു സ്വതന്ത്ര പാലസ്തീൻ സമിതിക്ക് കൈമാറണമെന്നതിനോടും യോജിച്ച ഹമാസ് പക്ഷേ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ല. അതിനുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ആകെ തകർന്ന നിലയിലുള്ള ഹമാസിന് ഇനിയും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അവിടെ അവരുടെ 25,000-ഓളം ഭടന്മാരെയാണ് ഇസ്രായേൽ വധിച്ചു കളഞ്ഞത്, നിഷ്ഠൂരം വധിച്ചു കളഞ്ഞത്. അപ്പോൾ അത് അനൗദ്യോഗികമായിട്ടുള്ള കണക്കാണ് എങ്കിൽ പോലും ഹമാസ് നേതൃത്വത്തിലെ പ്രമുഖരെയൊക്കെ നമ്പർ ഇട്ട് 1, 2, 3 മോഡലിൽ ഇസ്രായേൽ ഇതിനോടകം തന്നെ തീർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഗസൻ മെട്രോ എന്നറിയപ്പെടുന്ന ഡൽഹി മെട്രോയെക്കാളും വലിയ ഒരു തുരങ്കങ്ങളാണ് ആ ഗസയിലുള്ള തുരങ്കങ്ങൾ. ഈ തുരങ്കങ്ങളിൽ 70% IDF നിർവീര്യമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിർവീര്യമാക്കി കഴിഞ്ഞു. ഹമാസിൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കുമെല്ലാം വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇറാനെയും ഇസ്രായേലിനെയും വിറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഖത്തറിൽ പോലും ഇസ്രായേൽ ആക്രമിച്ചതെന്ന് നമുക്കറിയാം. ഖത്തറിൽ നിന്ന് വരുന്ന പണമായിരുന്നു ഹമാസ് നേതാക്കളുടെ നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനം. അമേരിക്കൻ സഹായത്തോടെ ആ സാമ്പത്തിക നാഡി ഒരു പരിധിവരെ മുറിച്ചു കളയാനും ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഹമാസിൻ്റെ കൂടി ആവശ്യമാണ്. ഒരു ഇടക്കാല സർക്കാരിനായി വേണമെങ്കിൽ ഫത്ത പാർട്ടിയെപ്പോലും അവർ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ അവർക്ക് തീർത്തും സഹിക്കാത്തത് ഗസയുടെ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലവനായി ടോണി ബ്ലെയർ, ഒരു UK-കാരൻ വരുന്നു, ഒരു ബ്രിട്ടീഷുകാരൻ വരുന്നു എന്നുള്ളതാണ്. ബ്ലെയറിനെതിരെ മണ്ണിൻ്റെ മക്കൾ വാദമൊക്കെയാണ് പാലസ്തീൻകാർ ഉയർത്തുന്നത്. പക്ഷേ ഹമാസ് പറയാതെ പറയുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതായത് ടോണി ബ്ലെയർ ഒരു തികഞ്ഞ തീവ്രവാദി വിരുദ്ധനാണ്. അതിനെ ഹമാസ് അനുകൂലികൾ മുസ്ലിം വിരുദ്ധൻ എന്നാക്കുന്നു. അങ്ങനെ ഒരാൾ ഗസയുടെ തലപ്പത്ത് വന്നാൽ തങ്ങളുടെ എല്ലാ കളിയും പൊളിയുമെന്ന് ആർക്കറിയാം? ഹമാസിനറിയാം. അപ്പോൾ ബ്ലെയറിന് ഗസയിൽ എന്താണ് കാര്യമെന്നാണ് ഇവരുടെ ചോദ്യം. മാർഗരറ്റ് താച്ചറിന് ശേഷവും ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടനെ നയിച്ച പ്രധാനമന്ത്രിയാണ് ലേബർ പാർട്ടി നേതാവായിട്ടുള്ള ഈ ടോണി ബ്ലെയർ എന്ന് പറയുന്ന ആൾ. 1812 ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി കൂടിയാണ് ഇദ്ദേഹം. 1997 മുതൽ ജൂൺ 2007 വരെയുള്ള ബ്ലെയറിൻ്റെ ഭരണകാലം. ആദ്യം ലേബർ പാർട്ടിയുടെ ലിബറൽ നയങ്ങൾ അനുസരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. ഇത് അനുസരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടായെങ്കിലും അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം ബ്രിട്ടനിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ഇറാഖ് യുദ്ധത്തിൽ ബുഷിൻ്റെ പ്രധാന സഖ്യകക്ഷിയായി പ്രവർത്തിച്ചത് ബ്രിട്ടനിലടക്കം ബ്ലെയറിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈൻ നശീകരണ ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ടോണി ബ്ലെയറിൻ്റെ ആദ്യ പ്രസ്താവന. പക്ഷേ പിന്നീട് 2003 മാർച്ച് 20 അമേരിക്കൻ സൈന്യവുമായി ചേർന്ന് ബ്രിട്ടൻ ഇറാഖ് അധിനിവേശം ആരംഭിച്ചു. യുദ്ധത്തിൽ ഏകദേശം 40,000 ബ്രിട്ടീഷ് സൈനികർ പങ്കെടുത്തു. ബ്രിട്ടനിലും ലോകമെങ്ങും ഈ തീരുമാനത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. എന്നൊക്കെയറിയാം, സദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ കേരളത്തിൽ വരെ ജാഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സദാം ഹുസൈൻ പിന്നീട് ഈ പറയുന്ന ആയുധങ്ങളൊന്നും ഇല്ലാതെയാണ് പിടിക്കപ്പെട്ടത്. ആ സത്യം പുറത്തു വന്നു. സദാം ഹുസൈൻ്റെ കയ്യിൽ ആയുധശേഖരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ടോണി ബ്ലെയർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: വെറും ആയുധങ്ങളോടുള്ള പേരിലല്ല സദാം ആക്രമിക്കപ്പെട്ടതെന്നും അയാൾ ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ടുമാണ്. അതൊരു പരിധിവരെ സത്യമാണെന്നും പറയാം. പക്ഷേ അപ്പോഴേക്കും ലേബർ പാർട്ടിയുടെ വോട്ടർമാർ അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞിരുന്നു. 2005 ജൂലൈ 7 ലണ്ടനിൽ ഇസ്ലാമിക തീവ്രവാദികൾ ബോംബ് പൊട്ടി 54 പേരെ കൊന്നതിന് ശേഷം ഒരു പൊതു സംസ്കാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബ്ലെയർ ഊന്നി പറയാൻ തുടങ്ങി. വംശീയ വിഭാഗങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളായി വേർപിരിയാൻ പ്രോത്സാഹിപ്പിച്ച മുൻ ബഹുസാംസ്കാരിക നയങ്ങൾ അദ്ദേഹം തന്നെ നിരസിച്ചു. അതായത് നമ്മളിവിടെ ഇന്ത്യയിൽ ബഹുസ്വരത എന്നൊക്കെ പറയില്ലേ, അതവിടെ അദ്ദേഹം മുൻപ് അങ്ങനെ പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അത് അദ്ദേഹം നിരസിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഈ പറയുന്ന മറ്റൊരു റിയാലിറ്റിയുടെ മറ്റൊരു വശം അദ്ദേഹം തിരിച്ചറിഞ്ഞു. പക്ഷേ ഇതുമൂലം മുസ്ലിം വിരുദ്ധൻ എന്ന ചാപ്പയാണ് ആർക്ക് കിട്ടിയത്? ബ്ലെയറിന് കിട്ടിയത്. ഇവരെ കുടിയേറ്റക്കാരെ, അതായത് കൂടുതൽ മുസ്ലിങ്ങളായിട്ടുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്നുള്ള ആവശ്യം. ഇപ്പോൾ അതാണ് ഈ ഹമാസ് ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യം ഒരു അവിശ്വാസിയായിരുന്ന ബ്ലെയർ പിന്നീട് കത്തോലിക്ക വിശ്വാസിയായിട്ട് മാറി. അപ്പോൾ ഇതും കൂടെ പിടിച്ചിട്ടുണ്ട്. കത്തോലിക്ക വിശ്വാസി ആയതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ആൾക്ക് ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ സംഖ്യയാവില്ലേ ഇവിടെ, അതുപോലെ അവിടെ അദ്ദേഹം കത്തോലിക്ക വിശ്വാസിയും കൂടെ ആകുമ്പോൾ ഇത് ഈ മുസ്ലിം വിരുദ്ധൻ എന്നുള്ള ആക്കം കുറച്ചും കൂടെ കൂടും. അപ്പോൾ 2005 നവംബറിൽ പാർലമെൻറ്റിൽ 49 ലേബർ അംഗങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് ഭീകരവിരുദ്ധ നിയമങ്ങൾക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ ബ്ലെയറിൻ്റെ സർക്കാർ ഹൗസ് ഓഫ് കോമൺസിൽ ആദ്യമായി പരാജയപ്പെട്ടു. സംശയിക്കപ്പെടുന്നവരെ കുറ്റം ചുമത്താതെ തടവിൽ വയ്ക്കാൻ കഴിയുന്ന കാലാവധി നീട്ടുന്നതായിരുന്നു ആ നിയമങ്ങൾ.
തുടർന്ന് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിനുള്ള തീയതി പ്രഖ്യാപിക്കണമെന്ന് നിരവധി ലേബർ പാർലമെൻറ്റ് അംഗങ്ങൾ ബ്ലെയറിനോട് ആവശ്യപ്പെട്ടു. ജൂനിയർ മന്ത്രിമാരുടെ തുടർച്ചയാണ് രാജികളെ തുടർന്ന് 2006 സെപ്റ്റംബർ 1 വർഷത്തിനുള്ളിൽ താൻ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്നും ബ്ലെയർ പ്രഖ്യാപിച്ചു. 2007 മെയ് 10 സ്കോട്ട്ഷിപ്പ് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ സ്കോട്ട്ഷിപ്പ് നാഷണൽ പാർട്ടി പരാജയപ്പെടുത്തി. ഇംഗ്ലീഷ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. ഇതോടെയാണ് 2007 ജൂൺ 27 പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഔദ്യോഗികമായി രാജിവെക്കുന്നു എന്ന് ബ്ലെയർ പ്രഖ്യാപിച്ചത്. സാധാരണ അധികാരമൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ മുൻ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ആത്മകഥ എഴുതിയും ചൂണ്ടയിട്ടും നേരം കളയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. ടോണി ബ്ലെയർ ഫൗണ്ടേഷനൊക്കെ സജീവമാക്കി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസവും നേതൃപാഠവും പല രാജ്യങ്ങളും ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അദ്ദേഹം യു കെയിൽ നിന്ന് കേന്ദ്രീകൃത പ്രവർത്തനം വിട്ട് പല രാജ്യങ്ങളിലേക്കായിട്ട് വ്യാപിക്കാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ട്രംപിനെയാണ്. ട്രംപിൻ്റെ സ്വകാര്യ ബിസിനസ്സുകളിൽ പോലും ഉപദേഷ്ടാവാണ് ഈ ടോണി ബ്ലെയർ എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ ഗസ സംബന്ധിച്ച നിരവധി മധ്യസ്ഥ ചർച്ചകളിലും ബ്ലെയർ പങ്കെടുത്തു. ഒരു അധികാരവും കയ്യിലില്ലെങ്കിലും അദ്ദേഹത്തിന് ലോകത്തിലെ ഏത് നേതാവുമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു കാരിസ്മയുണ്ട്. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള കാരിസ്മ. ഒരേ സമയം പുടിനോടും സെലൻസ്കിയോടും ബ്ലെയർ സംസ്കാരിക്കും. ഇങ്ങനെ വിവിധ മേഖലകളിൽ സജീവമായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗസ പ്ലാനിലേക്ക് ട്രംപ് ഉൾപ്പെടുത്തിയത് തന്നെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ട്രംപിന് ഗസ പ്ലാൻ കൊടുത്തതും ബ്ലെയർ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ എഴുതി കൊടുത്ത ഗസ പ്ലാൻ. ഇപ്പോൾ 72 വയസ്സുള്ള ബ്ലെയർക്ക് ട്രംപിനില്ലാത്ത മറ്റൊരു ഗുണം കൂടിയുണ്ട്. പ്രശ്നങ്ങൾ ക്ഷമയോടെ കേട്ട് പഠിക്കാനുള്ള ഒരു കഴിവ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ഏറ്റവും നീറുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ടോണി ബ്ലെയറിനെ ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ടോണി ബ്ലെയർ പ്ലാൻ എന്നുള്ളൊരു ചോദ്യം എല്ലായിടത്തും പാലസ്തീൻ അനുകൂലികൾക്കും ഇസ്രായേൽ അനുകൂലികൾക്കും എല്ലാം ആശങ്കയോടെ നോക്കുന്നൊരു പ്ലാൻ. ടോണി ബ്ലെയറിൻ്റെ പ്ലാൻ എന്താണ് എന്നുള്ളത്. ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹമാസിനെ മാറ്റി നിർത്താനുമുള്ള ഒരു നിർദ്ദേശമാണ് ട്രംപിന് നൽകിയത് ടോണി ബ്ലെയർ അങ്ങനെയാണ് എന്നാണ് റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് വരുന്നത്. എന്തായാലും ഗസ മുൻപ് പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതുവരെ യുദ്ധാനന്തരം ഇപ്പോൾ ഈ കാലഘട്ടത്തേക്ക് ഭരിക്കുന്നതിനായിട്ട് സമിതി സ്ഥാപിക്കാനാണ് ടോണി ബ്ലെയർ നിർദ്ദേശിച്ചത്. ഇതിനെ പിന്തുണയ്ക്കുന്നവരെ അണിനിരത്താൻ ടോണി ബ്ലെയറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ബ്ലെയർ ഈ നിർദ്ദേശം തയ്യാറാക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അതിന് ചൂടുപിടിച്ചത്. യുദ്ധാനന്തര ഗസ ആസൂത്രണത്തിൽ ബ്ലെയറിൻ്റെ പങ്കാളിത്തം നേരത്തെ തന്നെ വെളിപ്പെട്ടതാണ്. ഓഗസ്റ്റ് 27 വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. പക്ഷെ അപ്പോഴേക്കും ട്രംപിൻ്റെ മനസ്സിലുള്ളത് ബ്ലെയർ പ്ലാൻ ആണെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ടോണി ബ്ലെയർ ആയിരിക്കും ഇനി ഗസ ഭരിക്കാൻ പോകുന്ന കുറച്ചു കാലത്തേക്ക്. അത് ഹമാസിനെ എതിർക്കാൻ കഴിയുമെങ്കിലും ഹമാസിനെ അത് എതിർക്കാനുള്ള ത്രാണിയില്ല അല്ലെങ്കിൽ ശേഷിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം അമേരിക്കയുടെയും UK കയ്യിലേക്ക് മറ്റെല്ലായിടത്തും നമ്മൾ കാണുന്ന പോലെ, അതായത് ഒരു പാവ സർക്കാരിനെ വെച്ച് അമേരിക്ക ഭരിക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അവരുടെ തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും ഈ പറയുന്ന ഗസയിൽ ഇനി കുറച്ചു കാലത്തേക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.